ഇന്നൊരു തട്ടിക്കൂടി ഡിന്നർ റെസിപ്പി നോക്കിയാലോ. നമ്മുടെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെങ്കിൽ കുബൂസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. നമുക്ക് രാത്രിത്തെ ഒരു ഡിന്നർ ഒരു പണി എളുപ്പമായിരിക്കും ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു 5 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് വേണം നമ്മൾ മുട്ടയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ എത്ര വേണമെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് അത്രയും മതിയേ. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് അധികം ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഞാൻ അത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് അടിച്ചൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. ആ ഒരു ഉപ്പ് ഒന്ന് മിക്സ് ആവണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ആ ചൂടായി വന്നിട്ടുള്ള പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു എണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് ബട്ടർ ചേർത്താലും കുറച്ചും കൂടെ ടേസ്റ്റിയും ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ട നമുക്കിതിലേക്ക് ചേർത്തെടുക്കും. ഇവിടെ ഒരു 3 സെറ്റ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുട്ട ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതായത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് കുക്കാവുന്നൊരു ഐറ്റം ആണല്ലോ. പിന്നെ നമുക്ക് ഒരു ചപ്പാത്തി ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് വരുമ്പം ഓവർ കുക്കായി പോകും മുട്ട. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഇതാ ഒരു കൈപ്പിടി, ചെറിയൊരു കൈപ്പിടി സവാള നീളത്തിന് മുറിച്ച് നന്നായിട്ട് വേണ്ട ഉടച്ച് ചേർത്തെടുക്കാം. കുറച്ച് ക്യാരറ്റ് നീളത്തിന് മുറിച്ചത്, എല്ലാം കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം റെഡും യെല്ലോയും എടുത്തിട്ടുണ്ട്. ഗ്രീൻ ഉണ്ടെങ്കിൽ അതും എടുക്കും. അപ്പോൾ ഇത്രയും കൂടെ നീളത്തിന് കനം കുറച്ച് നല്ല നൈസായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് പിസ്സ ചീസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വരിഞ്ഞ് വരുന്ന ചീസില്ലേ, അതാണെങ്കിൽ നമ്മളൊരു ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അതിൽ 2 എണ്ണം വെച്ച് കൊടുത്താലും മതി ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചീസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രെഡ് മയണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ സോസോ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ചിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് മറന്നു പോയതാണ് കേട്ടോ ആ ഒരു സംഭവം. അപ്പോൾ ഞാൻ മറന്നിട്ട് ആ ഒരു ചപ്പാത്തി അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു എഗ്ഗ് നല്ലോണം കുക്കാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചപ്പാത്തി വെച്ച് കൊടുക്കാം. എങ്കിലും ആ ഒരു ചപ്പാത്തി അതിലോട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ രണ്ടായിട്ട് ഇളകി നിൽക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ചപ്പാത്തി അതിൻ്റെ മുകളിലോട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മുട്ട ഒന്ന് കുക്കാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു ചപ്പാത്തിയും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അതായത് ആ ഒരു നമ്മൾ ചേർത്തിട്ടുള്ള ഒരു ചീസ് കൊണ്ടല്ലോ അതൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഈ ഒരു ടൈമിലാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്പ്രെഡ് ചേർത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സാൻഡ്വിച്ച് സ്പ്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്പ്രെഡും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലെങ്കിൽ ചേർത്തെടുക്കണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ വയ്ക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ കഴിക്കാനുള്ളൊരു ഇഷ്ടം കൂടുതലായിരിക്കും. ടേസ്റ്റും കാണാമല്ലോ, അവർക്ക് ഇതൊക്കെയാണല്ലോ ഇഷ്ടം ഇപ്പോൾ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ അത് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. റോൾ ചെയ്തെടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ചപ്പാത്തി അധികം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നില്ല. അവിടെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു നന്നായിട്ട് 2 സൈഡും ഒന്ന് ആക്കി ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇതേ സെയിം രീതിയിൽ തന്നെ ഒരു 3 ഞാൻ ഒരു സെറ്റ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ചപ്പാത്തിയുടെ ഉള്ളിലോട്ട് ഈ ഒരു പച്ചക്കറിയും പിന്നെ കുറച്ച് ചീസും പിന്നെ ഒരു എന്തെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള ഫില്ലിങ് എന്തെങ്കിലും ചിക്കനൊക്കെ കഴിക്കുന്നതാണെങ്കിൽ ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് 2ാമത്തെ പ്രാവശ്യം ഇപ്പം നല്ലോണം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്പ്രെഡൊക്കെ ആ ഒരു പച്ചക്കറിയൊക്കെ ചേർത്ത കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു സ്പ്രെഡും ചേർത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ചപ്പാത്തി വെച്ചു 2 സൈഡൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ ചപ്പാത്തിയിൽ ഒരു പച്ചക്കറിയും ഒരു സോസും ഇതൊക്കെ കൂട്ടിയിട്ട് ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണവരൊന്ന് മടക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് 2 സൈഡൊന്ന് ആക്കിയെടുത്താലും മതി കേട്ടോ. അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അതുകൊണ്ട് അത് കഴിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ മുട്ടയൊക്കെ കഴിക്കുന്നവരാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിരിക്കുമല്ലോ ഇത്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒരു ചപ്പാത്തിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കൂ. പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആയിട്ട് കഴിയും, ഹെൽത്തിയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒരു വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാനുള്ള ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ.